ഞാൻ വീണ്ടും വന്നു പുതിയൊരു റെസിപ്പിയാണ്. ഇറ്റ്സ് മീ മെറീന ജോബി. അഗൈൻ വെൽക്കം ബാക്ക് ടു ചോർ ആൻഡ് സ്പൈസി. ചോർ ആൻഡ് സ്പൈസിയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ വെജ് കുർമയാണ്. നമുക്ക് കുറച്ച് പച്ചക്കറി റെഡിയാക്കി കുറച്ച് തേങ്ങാപ്പാൽ എടുത്തു കഴിഞ്ഞാൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കുർമയാണിത്. ഇതിൻ്റെ അത് വെജിറ്റബിൾസ് ഒക്കെ നമ്മുടെ ഇഷ്ടമുള്ളതൊക്കെ ഇടാം കേട്ടോ. ഉള്ളതൊക്കെ എടുത്ത് റെഡിയാക്കാം. പിന്നെ കുറച്ച് തേങ്ങാപ്പാലും കൂടി വേണം. നമ്മൾ തലേ ദിവസമൊക്കെ വെജിറ്റബിൾ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ കയറ്റി വെച്ച് തേങ്ങാപ്പാലും റെഡിയാക്കി വെക്കുകയാണെങ്കിൽ രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് കുറുമയായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. പിന്നെ രാത്രി ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ എന്താ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് റെസ്റ്റോറൻറ്റ് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ തൊട്ടടുത്താണ് ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. അപ്പോൾ വെജിറ്റബിൾ കുറുമ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ ഇതിന് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റിന് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം. അത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം. പക്ഷേ നമ്മുടെ ബീട്രൂട്ട് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ബീട്രൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറിക്കൊരു ചുമന്ന കളർ കിട്ടും എന്നുള്ളത് കൊണ്ട് ബീട്രൂട്ട് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. സാധാരണ കുറുമയ്ക്കൊരു യെല്ലോയിഷ് കളറാണല്ലോ, അതുകൊണ്ട് ബീട്രൂട്ട് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഒരു വലിയ ക്യാരറ്റ് ഇതേപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മിക്കവാറും കുറുമയിലെല്ലാം നമ്മൾ കാണുന്നത് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തതായിരിക്കും. അപ്പോൾ അതേപോലെ കട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഒരു ക്യാരറ്റ് ഉണ്ട്, അതിന് ഒരു 1/2 കപ്പ് ഉണ്ട് കേട്ടോ. 1/2 കപ്പ് ക്യാരറ്റ് ഉണ്ടാവും. പിന്നെ നമ്മൾ ഒരു 8 ബീൻസ് നീളത്തിൽ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് ഗ്രീൻ പീസ് ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണിത്. അത് വേവിച്ചിട്ടൊന്നുമില്ല, നേരെ അങ്ങോട്ട് ഇട്ടേക്കാണ്. പിന്നെ ഞാൻ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. കോളിഫ്ലവർ ഒരു 1/2 കപ്പ് ഉണ്ട്. ആ കോളിഫ്ലവർ ഞാൻ ഒരു മഞ്ഞപ്പൊടി വെള്ളത്തിലിട്ടിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ഫ്ലോററ്റ്സിനൊക്കെ മഞ്ഞ കളർ. പിന്നെ ഞാൻ എടുത്തേക്കുന്ന വെജിറ്റബിൾ എന്ന് പറഞ്ഞാൽ ഒരു ഉരുളക്കിഴങ്ങാണ്. ഒരു ഉരുളക്കിഴങ്ങ്, വലിയ ഒരു ഉരുളക്കിഴങ്ങ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് തക്കാളിയാണ്. ഒരു വലിയ പഴുത്ത തക്കാളി ഞാനിവിടെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം. പിന്നെ ഞാൻ 2 മീഡിയം സൈസ് സവോള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 2 ചെറിയ കഷ്ണം പട്ട, ഒരു 4 ഗ്രാമ്പു, ഒരു 3 ഏലക്ക, ബേ ലീഫ് ഉണ്ടെങ്കിൽ അതും കൂടി ഒരെണ്ണം ഇട്ടോളൂ കേട്ടോ, കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് വേണ്ട പൊടികൾ എന്ന് പറയുകയാണെങ്കിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പ് വേണം. പിന്നെ കുറച്ച് മല്ലിയില വേണം. പിന്നെ ഞാനൊരു 20 കാഷ്യൂ സോക്ക് ചെയ്ത് വെച്ചിട്ട് അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സോക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒരു 1/2 മണിക്കൂർ ചൂടൻ വെള്ളത്തിൽ ഒന്ന് മുക്കി വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അങ്ങനെ അരച്ചെടുത്ത പേസ്റ്റാണിത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ഞാൻ നല്ല തിക്കായിട്ടുള്ള പാൽ ഒരു 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു പാല് മാത്രമേ ഇതിൻ്റെ അകത്തോട്ട് ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല തിക്കായിട്ടുള്ള പാലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യം എന്ന് പറഞ്ഞാണെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആവശ്യമുണ്ട്. ഇതിൻ്റെ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മതി നമുക്ക് വെജിറ്റബിൾ കുറുമ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ റെഡിയാക്കണേ നോക്കാം. അപ്പോൾ വെജിറ്റബിൾ കുറുമ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ചെയ്യുന്നത് കുക്കറിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാനിലൊക്കെ ചെയ്യാം. പാനിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി സമയം എടുക്കും. നമ്മൾ പിന്നെ കുറച്ചും കൂടി വെള്ളമൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് നേരം കൂടി നമ്മുടെ വെജിറ്റബിൾസ് വേവിക്കണം. പക്ഷേ കുക്കറിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെജിറ്റബിൾസ് വേവിച്ചിട്ട് നമുക്ക് കറി റെഡിയാക്കി എടുക്കാം. അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് കുക്കർ ചൂടായി വരുമ്പോൾ അതിനകത്തോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുക്കർ ചൂടായി വന്നപ്പോൾ ഞാൻ അതിനകത്തോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ ഗ്രാമ്പു, ഏലക്ക, കറുവപ്പട്ട ചേർത്ത് കൊടുക്കാം. ഒരു ബേ ലീഫും കൂടെ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പം ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് സവോള ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം.
നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തിട്ട് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് വഴറ്റുക. സവോള ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 3-4 മിനിറ്റും കൂടെ ഞാനിങ്ങനെ വഴറ്റി കൊടുത്തു. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരു 2-3 മിനിറ്റും കൂടെ നമുക്ക് ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ തക്കാളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ പൊടികളുടെ പച്ചമണം മാറുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പൊടികളിലൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് എടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ക്യാരറ്റ്, ബീൻസ്, കോളിഫ്ലവർ, ഗ്രീൻ പീസ് എല്ലാം കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഉരുളക്കിഴങ്ങാണ്. അതും കൂടി ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നല്ല കളർഫുള്ളായിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ വെജിറ്റബിൾസ് വേവാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളത് അടച്ചു വെച്ച് വേവിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഒരു 1.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1.25 കപ്പ്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് മൂടി വെച്ചിട്ട് വേവിക്കാൻ പോവുകയാണ്. ഒരു വിസിൽ വന്നാൽ മതിയാവും. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്ത് വരും. അപ്പോൾ ഞാനിത് മൂടി വയ്ക്കുകയാണ്. മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു വിസിൽ വന്നതിന് ശേഷം ഞാൻ ആവിയെല്ലാം കളഞ്ഞിട്ട് കുക്കർ തുറന്നു നോക്കി. വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒന്നും കുഴഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പോൾ അതെ നന്നായിട്ട് വെജിറ്റബിൾസ് എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. ഇനി ജസ്റ്റ് നമുക്ക് തേങ്ങാപ്പാലും അരച്ചു വെച്ചിരിക്കുന്ന ക്യാഷും ചേർത്ത് കൊടുക്കേണ്ട പരിപാടി മാത്രമേ ഉള്ളൂ. ഇനി അത് രണ്ടും കൂടി ചേർത്തിട്ട് ഒരു തള വരുന്ന വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ കുറുമ റെഡിയായി. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ക്യാഷു അരച്ചു വെച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ക്യാഷ് ചേർത്ത് ജസ്റ്റ് ഒന്ന് തള വരുമ്പോഴേക്കും നല്ല തിക്കായിട്ട് വരും നമ്മുടെ കുറുമ. കറി നല്ല തിക്കാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാഷ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ക്യാഷിൻ്റെ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. ഇനി ഞാൻ തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കറി കുറുകി വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് തിക്നെസ് കൂടുതലാണ്, കുറച്ചും കൂടി ഗ്രേവി ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇപ്പം തന്നെ അത്യാവശ്യം നല്ല തിക്കായിട്ടുണ്ട്. ഉപ്പില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തള വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. കറി നല്ല തിക്കായി വന്നോളും. അപ്പം ഞാനിതൊന്ന് തള വരുന്നവരെ വെയിറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മുടെ വെജിറ്റബിൾ കുറുമ നന്നായിട്ട് തള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഒരു പൊടി പഞ്ചസാര ഇതിനകത്തോട് ആഡ് ചെയ്യാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയ മധുരം നമുക്ക് ഫീൽ ചെയ്യാറില്ല നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഇതിന് അല്പം മധുരമാണ്, അധികം എരിവൊന്നും ഇല്ലാത്ത കുറുമയാണ്. പക്ഷേ എങ്കിലും ഒരു ചെറിയൊരു മധുരത്തിനും കൂടെ വേണ്ടിയിട്ട് നമുക്കൊരു പൊടി പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ അത് കറി നല്ല തിക്കായി വന്നിട്ടുണ്ട്. നല്ല തിക്ക് ഗ്രേവി ആയിട്ട് നല്ല കുറുകിയിരിക്കുന്ന കുറുമയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനലി എന്താ ചെയ്യേണ്ടത്? അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇതിനകത്ത് വിതറി കൊടുക്കാം.
അപ്പോൾ നമ്മുടെ അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കുറുമ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്താ അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ളതിനൊക്കെ കൂടെ ഉണ്ടാക്കി കഴിക്കുക. ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.